ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ 4 മണി പലഹാരമാണ്. 4 മണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. നാടൻ പലഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിതിന് വേണ്ടി ആദ്യം തന്നെ കുറച്ച് ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കണം. ഞാനൊരു 150 ഗ്രാം ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതി, പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും. ഇതായിപ്പോ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ചൂടാറുമ്പോൾ ഒന്ന് അരിച്ചെടുക്കണം. ഇതിനകത്തിൽ പൊടിയോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 നേന്ത്രപ്പഴം ഉണ്ടത് നന്നായിട്ട് പഴുത്തതാണ്. അപ്പൊ അത് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലാക്കി വെച്ച് വേണം നമ്മളിത് വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ നേന്ത്രപ്പഴം അങ്ങ് അടുക്കി പിടിക്കും, കരിഞ്ഞു പോകും. അപ്പൊ നമുക്കൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വീട്ടിൽ കറുത്തു പോയ ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടിപ്പോ ഈ ഒരു രീതിയിൽ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങയുടെ വെള്ളമയം ഒക്കെ ഒന്ന് മാറുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണിത് കേട്ടോ. നമ്മുടെ നേന്ത്രപ്പഴവും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. തേങ്ങയുടെ വെള്ളമയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കുറച്ച് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. കറുത്ത എള്ളാണ്, അത് 1 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന മധുരത്തിന്റെ അളവ് നമുക്ക് എത്രത്തോളം മധുരം വേണമെന്നനുസരിച്ച് നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിന്റെ കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ഇതിനകത്ത് ശർക്കരയും ചേർക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ നേന്ത്രപ്പഴവും ഏലക്കയും പഞ്ചസാരയും എള്ളും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ ഒരു അസാധ്യ മണമാണ് കേട്ടോ. നല്ലപോലെ നന്ന കൊതിപ്പിക്കുന്ന ഒരു മണമാണ് വരുന്നത്. അപ്പൊ ഒരു 2 മിനിറ്റോളം ഞാനത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാരയൊക്കെ ചേർത്തതിന് ശേഷം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം. വളരെ കുറച്ച് ഉപ്പ് മതി. നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ ആ ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ആ ശർക്കരപ്പാനി അരിച്ചെടുത്തിട്ടുണ്ട്, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ ശർക്കരപ്പാനി കൊണ്ട് ഇത് കുഴഞ്ഞു കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ലൂസായിട്ട് തന്നെ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ കണ്ട് ഇത്രയും ലൂസായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഞാൻ വെള്ളം ഒന്ന് കയ്യിലൊന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവം മതി. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് നമ്മുടെ മാവ് തയ്യാറാക്കി എടുക്കാൻ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിന്റെ ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കുറച്ച് ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം നമ്മൾ അന്നേരം തന്നെ കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചേക്കുന്ന ജീരകം ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ടില് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മൾ അന്നേരം തന്നെ ഒന്ന് പൊടിച്ചു ചേർക്കുകയാണെങ്കിൽ കേട്ടോ.
ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ നേന്ത്രപ്പഴമൊക്കെ ഈ മാവിന്റെ എല്ലാ സൈഡിലും ആവുന്ന രീതിയിലൊന്ന് തിരിച്ചു മറിച്ചിട്ട് താണ്ട് ഇതേ രീതിയിൽ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ താണ്ട് ഇത് നന്നായിട്ടൊന്ന് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് താണ്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. നമ്മൾ കുമ്പിള് കുത്തുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒരു ഈർക്കിലോ എന്തെങ്കിലും ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി വെച്ചു കൊടുക്കണം. എന്നിട്ട് താണ്ടൊന്ന് ഷേപ്പ് വരാൻ വേണ്ടി ഞാൻ ഇതിന്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇലകളുടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഇലകളെല്ലാം ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി നമ്മുടെ കയ്യില് കുറച്ച് വെള്ളം ഒന്ന് നനച്ചിട്ട് കുറേശ്ശെ മാവ് എടുത്ത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒരുപാട് മാവ് വെക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഒരു 1/4 ഭാഗം മാത്രം വെച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഈ ഗോതമ്പ് പൊടി കൊണ്ട് മാത്രമല്ല, നമുക്ക് അരിപ്പൊടി കൊണ്ടും ഒക്കെ ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇലകളിൽ നമ്മുടെ മാവ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്താണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതാണ്ട് അതിനായിട്ട് ഞാനൊരു വലിയ തട്ടമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ ഇതുപോലെ തന്നെ ആവിയിൽ നമ്മൾ അടയും ഒക്കെ ഉണ്ടാക്കുമ്പോഴേ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതേപോലെ ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിന്റെ നടുക്ക് ഒരു ചെറിയ പാത്രം വെക്കുക. ഒരു ചെറിയ പാത്രമോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ്സോ മതി. എന്നിട്ട് കണ്ട് ഇതിന്റെ സൈഡിൽ ഇതുപോലെ പെറുക്കി വെക്കാന്നുണ്ടെങ്കിൽ അത് നേരെ ഇരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ നേരത്തെ ആ വഴറ്റി വെച്ച ആ നേന്ത്രപ്പഴത്തിന്റെ കൂട്ടില്ലേ, അത് കുറച്ച് ഞാനിവിടെ മാറ്റി വെച്ചിരുന്നു കേട്ടോ. അത് തന്നെ ഇതിന്റെ മുകളിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് വെന്ത് വരുമ്പോ കാണാൻ നല്ല രസമായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാന്. അപ്പൊ ഇത് ആദ്യമൊക്കെ ഈ കടിക്കാനൊക്കെ ഇട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇപ്പൊ ഇത് എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഞാൻ അതിന്റെ മുകളിലേക്ക് നമ്മുടെ നേന്ത്രപ്പഴത്തിന്റെ കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പത്ത് ഒരു ഇഡലിപ്പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മുടെ ഇഡലിത്തട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ മുകളിലേക്കാണ് നമ്മളിത് വെച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ നാടൻ പലഹാരം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഇലയൊക്കെ നന്നായിട്ട് ആവിയിൽ അങ്ങോട്ട് വെന്ത് വരുമ്പോ എന്താ ഒരു മണമെന്നറിയാവോ? നല്ല സോഫ്റ്റും ആണ്. ഇതാ കണ്ടില്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇത് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.